മുൻകോടസിന്റെ കമന്റ് ബോക്സിൽ മുൻകോടസ് കൗച്ചർ ഫേക്ക് ആണ്, ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു അത് ഇതെന്ന് പറയാം. ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ. താങ്ക് യു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മൂൺ ഗോഡസ് കൗച്ചറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തട്ടിപ്പും. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് റിയാക്ട് ചെയ്ത സമയം തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിനി എത്ര റിയാക്ഷൻ വീഡിയോ ഇടുകയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസും ന്യൂസും വരികയാണെങ്കിലും മൂൺ ഗോഡസ് ലാസ്റ്റ് എന്ത് ചെയ്യും, സ്വന്തം തടി രക്ഷപ്പെടും എന്നുള്ളത്. അത് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസം മുമ്പ് വന്ന ലൈവിൽ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോകുന്നതിന് മുമ്പ് എന്താ നടന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. സിമ്പിൾ. നല്ല 5000, 6000, 3000, 4000 രൂപയ്ക്കൊക്കെ നമ്മളൊരു ഷോപ്പിൽ പോയാൽ വാങ്ങാൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ബൊട്ടീക്കിൽ വാങ്ങാൻ കിട്ടുന്ന ഡ്രസ്സുകൾ വെറും 500, 699, 899 എന്ന് നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് നല്ല അട്രാക്റ്റീവ് കളറിൽ ഇവർ സെയിൽ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, ഡ്രസ്സിനോട് ഭ്രാന്തുള്ള എന്നെപ്പോലെയുള്ള കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇവരുടെ പ്രൊഡക്റ്റ് അങ്ങ് ഓർഡർ ചെയ്യും. ഇപ്പം 90 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് തരാമെന്ന് പറയുന്ന ഇവർ 1 വർഷമായിട്ടും പലർക്കും പ്രൊഡക്റ്റ് കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. എന്നാൽ റെസ്പോണ്ട് ചെയ്താലോ, ലൈക്ക് അവർക്ക് മെസ്സേജ് അയച്ച് എന്നാൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുക, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യത്തെ പറ്റി മെസ്സേജ് അയച്ച് ചോദിച്ചാലോ, ഇവരെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജും ഇല്ല. ആകെ കമ്പ്യൂട്ടർ അയക്കുന്നത് പോലെ വിൽ ബി കോണ്ടാക്റ്റഡ്, പ്രൊഡക്റ്റ് റിസീവ് ചെയ്യും, ഡിസ്പാച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ 4-5 മെസ്സേജ് മാത്രം. അപ്പോൾ ഇത് സഹി കെടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. കുറേ ഇൻഫ്ലുവൻസർ ലെവലിലുള്ള ആൾക്കാർ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തു, കുറേ ആൾക്കാർ വീഡിയോ ഇട്ടു, കുറേ ആൾക്കാർ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടു. എന്നിട്ടും മൂൺ ഗോഡസ് കോച്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിനോ അതിൻ്റെ ഉടമയ്ക്കോ ഇത് റിലേറ്റ് ചെയ്തൊന്നും പറയാനില്ല. ഫൈനലി കസ്റ്റമേഴ്സ് സഹി കേട്ട് അവരെന്ത് ചെയ്തു, ഡയറക്റ്റ് പോയി കേസ് കൊടുത്തു. ഇപ്പം കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പം നമുക്ക് ആ വിശദീകരണം നോക്കാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ലഭിച്ച 486 പരാതികൾ. ഈ വഞ്ചിക്കപ്പെട്ടവരിൽ 90% സ്ത്രീകളും. എൻ്റെ പേര് അംബിക. ഞാൻ TCS വർക്ക് ചെയ്യുന്നു, ഇൻഫോ പാർക്കിൽ. ഞാൻ മൂൺ ഗോഡസ് കൗച്ചറിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത്. ഈ കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല, 70 to 90 വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 70 to 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത്. ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതിൽ കയറി ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പലതവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചു പോയി, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. ഇതാണ് സംഭവം. ലാസ്റ്റ് കേസ് കൊടുത്തു. അപ്പോൾ ഈ കേസ് കൊടുത്തിട്ടുള്ള ഈ പെർട്ടിക്കുലർ ക്ലയൻറ്റിൻ്റെയൊക്കെ കേസ് ആലോചിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒന്ന്, ഈ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിന് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവർ നേരത്തെ പൈസ വാങ്ങി വെക്കും, പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കില്ല. ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ദേഷ്യം പിടിക്കാണ്ടിരിക്കുമോ? ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ലേഡീൻ്റെ കയ്യിൽ നിന്നൊക്കെ ആ പെർട്ടിക്കുലർ ഡ്രസ്സിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് 1 കൊല്ലമായി. ഈ 1 കൊല്ലമായിട്ടും ഇവർ പ്രൊഡക്റ്റ് അയച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ വിൽക്കാൻ നിൽക്കുന്നത്? ഇപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമാണ്, വേണ്ടവർ വാങ്ങിയാൽ മതി. നിങ്ങൾ ഇത്രയും റേറ്റിൽ വിൽക്കുന്ന സമയത്ത് ആൾക്കാർക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് വാങ്ങുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ 90 വർക്കിംഗ് ഡേയ്സ് കാത്തു നിൽക്കാൻ റെഡിയാണ്. എന്തായാലും ഒരു 6 മാസം കൊണ്ട് 90 വർക്കിംഗ് ഡേയ്സ് കഴിയില്ലേ. പിന്നെ എന്തിനീ 1 കൊല്ലം? നിങ്ങളപ്പോൾ എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നൂല് കണ്ടുപിടിച്ചിട്ട് നൂലെടുത്തു കൊണ്ട് വന്നിട്ട് ഇരുന്ന് നെയ്തുകൊണ്ട് നിൽക്കുകയാണോ? എനിക്ക് മനസ്സിലാവായിട്ടും ചോദിക്കുക. അല്ലെ ഗാന്ധിജിയുടെ ചർക്കയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? 1 കൊല്ലമായിട്ടും ആൾക്കാരുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. പല ആൾക്കാരും പല വഴി കോണ്ടാക്ട് ചെയ്യുമ്പോൾ വെയർ ഹൗസ് കത്തിപ്പോയി. നിങ്ങളെ വെയർ ഹൗസ് കത്തിപ്പോകുന്നത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. അവരടിച്ച പേയ്മെൻറ്റിനുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 100 പീസ് നിങ്ങൾ ഉണ്ടാക്കുക. കാരണം നിങ്ങൾക്ക് എന്തായാലും 100 കിട്ടും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും 4 മില്യൺ സബ്സ്ക്രൈബറാണ് നിങ്ങൾക്കുള്ള. ഒരു 100 പ്രൊഡക്റ്റ് അതിൻ്റെ ഉണ്ടാക്കുക. എന്നിട്ട് ആദ്യം ഓർഡർ തരുന്ന 100 ആക്കുക, അത് ഡിസ്പാച്ച് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയിട്ട് അങ്ങ് പോകും.
പക്ഷെ ഇവിടെ അതില്ല. ഇത് വരുന്ന ആൾക്കാരുടെ ഓർഡറുകൾ മുഴുവൻ വാങ്ങുക, പൈസ മുഴുവൻ വാങ്ങുക, പൈസ അങ്ങ് നിറയ്ക്കുക. 1 കൊല്ലമല്ല 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കില്ല. രണ്ടാമത്തെ ഇവരുടെ കസ്റ്റമർ കെയർ സർവീസാണ്. ഇങ്ങനത്തെ ടീമുകളുടെ കസ്റ്റമർ കെയർ സർവീസ് ഒരു കാലത്തും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. 1000-2000 രൂപ പോയി കഴിഞ്ഞ് എന്ന് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് അറിയാണ്ട് 1 കൊല്ലത്തിനിടയിൽ ഒരു കസ്റ്റമർ വന്ന് മെസ്സേജ് അയക്കുമ്പോഴാണ് വെയർ ഹൗസ് കത്തിപ്പോയി, അവിടെ അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. എന്തുവാ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയുന്നതാണ് പാവങ്ങൾക്കും നല്ല നല്ല ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. ഗുഡ്, നല്ലതാണ്. പക്ഷേ കിട്ടണടോ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റണം. എൻ്റെ പേര് ലിസി. എൻ്റെ വീട് ഇവിടെ എറണാകുളത്ത് ചിറ്റൂര് തന്നെയാണ്. ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഞാൻ ഫെബ്രുവരി 21 ഓർഡർ ചെയ്തതാണ്. ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത്, ഞാനും ഫ്രണ്ടും കൂടി. EMI കിട്ടിയിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു. പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്നേക്കിപ്പോൾ ഒരു 230 ദിവസം കഴിഞ്ഞു, ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല. അവരെ വിളിച്ചാലും കിട്ടത്തില്ല, അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. മെയിൽ അയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഒരു ഇതുമില്ല. ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല അതിനെക്കുറിച്ച്. ഓഫീസിൽ മറ്റാർക്കെങ്കിലും ഇതേ അനുഭവം ഉണ്ടോ? അതെ, ഉണ്ട്. ഞങ്ങളിപ്പോൾ 1-2 പേരായി ഇത് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ ഇതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ്. 10,000 രൂപയുടെ ഫ്രോക്കായിരുന്നു. അത് നശിഞ്ഞ രീതിയിലാണ് കിട്ടിയത്, പറഞ്ഞ രീതിയിലൊന്നുമല്ല. 10,000 രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാൻ. അപ്പം അത് ആകെ കൊളായി. അത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കണേണ് അവർക്കെതിരെ. പിന്നെ അവർ തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്താണ്, അതും ഇതുവരെ കിട്ടിയിട്ടില്ല. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതി ഇപ്പോൾ സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 4 മില്യൺ ഫോളോവേഴ്സുള്ള ഈ മൂൺ ഗോഡസ് എന്ന ഓൺലൈൻ വ്യാപാര സ്ഥാപനം ഇപ്പോഴും സജീവമാണ്. നേരത്തെ പനമ്പള്ളി നഗറിലായിരുന്നു ഈ സ്ഥാപനമെങ്കിൽ ഇപ്പോൾ കലൂർ കത്തക്കടവ് റോഡിലേക്ക് മാറിയെന്ന് മാത്രം. അതായത് തട്ടിപ്പ് ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. സീരിയസ്ലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ജനങ്ങൾ ഇത്ര വലിയ പൊട്ടന്മാരാണോ? ഇപ്പോഴും ആ പർട്ടിക്കുലർ ചാനൽ അല്ലെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യുന്ന 4 മില്യൺ ആൾക്കാരോട് എനിക്ക് പുച്ഛാ തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ചുരിദാർ അല്ലെ ഒരു ടോപ്പ് അല്ലെ ഒരു ടോപ്പും ഷാളും അല്ലെങ്കിൽ ഒരു സാരി കിട്ടാൻ 1 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് മാത്രം എന്താ ഈ കോച്ചറിനുള്ള? ആ 1 കൊല്ലം വെയിറ്റ് ചെയ്യുന്ന ആ പൈസ നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലയ്ക്ക് ബൊട്ടിക്ക് പോയി ഇന്ന് തന്നെ തുണി വാങ്ങാം. ഫ്ലിപ്കാർട്ടിൽ മെഞ്ഞാന്ന് ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തു, എനിക്കത് നാളെ ഡെലിവറി ചെയ്യാം. മിന്ത്രയിൽ 2 ദിവസം കൊണ്ട്. എങ്ങനെ എന്തൊക്കെ സൈറ്റ് ഉണ്ട്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, പൈസ കൊടുത്താലും കുഴപ്പമില്ല, തുണി വേണ്ട സമയത്ത് വാങ്ങണ്ടേ? ഞാൻ ശരിക്കും ഈ റിയാക്ഷൻ വീഡിയോയിൽ എത്തിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അത് റിവ്യൂ ചെയ്യണമെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഇവർ ഈ 1 കൊല്ലം എടുത്തു കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ക്വാളിറ്റി കാണാനുള്ളൊരു കൊതി കൊണ്ടാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് മൂക്കിൽ പല്ല് വെച്ചാൽ പോലും എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടൂല. ഞാനിന്ന് ഓർഡർ ചെയ്ത അടുത്തൊരു കൊല്ലം എന്ന് പറയുമ്പോൾ എന്താ 2026. അപ്പോഴേക്ക് ഈ സ്ഥാപനം എങ്ങനെയാണ്, എന്താ അവസ്ഥ, 4 ആൾ കാണുമെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എന്തിനു ഓർഡർ ചെയ്യുക? ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റും ഇതിനെ പോലുള്ള പ്രശ്നവും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഓൾവേസ് നമുക്ക് ഈ സ്ത്രീകൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് വില കുറവിന് കിട്ടുന്ന സമയം ഓട്ടോമാറ്റിക്കലി അവരതിൽ അട്രാക്റ്റഡ് ആവുകയും ചെയ്യും, അവരത് ഓർഡർ ചെയ്യുകയും ചെയ്യും, അവരത് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ അത് ഒരു ചൂഷണമാക്കി എടുത്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുവാ പറയാനുള്ളത്? ആൻഡ് ഈ സ്ഥാപനത്തിലെ ഉടമ ഈ അടുത്ത് റീസെൻ്റ്ലി ഒരു ലൈവ് വന്നിരുന്നു. ആ ലൈവിൽ അവർ പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കാരണം ഇവർക്ക് എല്ലാ ലൈവിലും ഇതേ പറയാനുള്ളൂ. അപ്പോൾ ഞാനൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഇൻഫോം ചെയ്യുന്നു. മൂൺ ഗോഡസ് കൗച്ചറിന്റെ ബുക്കിംഗ് വെബ്സൈറ്റ് വഴി മാത്രമാണ്. നോ വാട്സ്ആപ്പ് ബുക്കിംഗ്, നോ ഇൻസ്റ്റാ ബുക്കിംഗ്, നോ ഫേസ് ബുക്കിംഗ്, ഓൺലി ബുക്കിംഗ് വൈ അവർ വെബ്സൈറ്റ് www.moongoddessculture.com. അപ്പോൾ ഒത്തിരി ഫേക്ക് പേജസ് ഉണ്ട്. മൂൺ ഗോഡസിന്റെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഒത്തിരി വാട്സ്ആപ്പുകളുണ്ട്. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നുള്ള വീഡിയോസ് അവർ നമ്മുടെ മൂൺ ഗോഡസിന്റെ പേരിൽ തന്നെ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ലിങ്ക് ഒക്കെ കവർ ചെയ്തിട്ട് അതിൽ വാട്സ്ആപ്പ് നമ്പറും എന്താ ഒരു 1500 ഡ്രസ്സ് 150 രൂപ 250 രൂപ എന്നൊക്കെ ഇടും. നമ്മുടെ ആളുകൾ എന്തെങ്കിലും വേഗം ചെന്ന് വാട്സ്ആപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പിൽ പോകും. അപ്പോഴേക്കും അവർ QR കോഡ് അയച്ചു കൊടുക്കും. QR കോഡ് അയച്ചപ്പോൾ വേഗം അങ്ങ് പേ ചെയ്യും. ആർക്കാണ് പേ ചെയ്യുന്നത്, എവിടെയാണ് പേ ചെയ്തത്? 1500 2000 രൂപയുടെ ഡ്രസ്സൊക്കെ 250 കാണുമ്പോഴേക്കും അങ്ങ് ഓടിച്ചെരങ്ങ് പേ ചെയ്യണം. ആർക്കാണ് പേ ചെയ്യുന്നത് പോലും നോക്കാതെ അത് കഴിയുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ മൂൺ ഗോഡസിന്റെ കമന്റ് ബോക്സിൽ മൂൺ ഗോഡസ് കൗച്ചർ ഫേക്ക് ആണ്, ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു അത് പറയാം. ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയ്യും എന്തായാലും. കാരണം എന്ന് വെച്ചാൽ മൂൺ ഗോഡസിന് വാട്സ്ആപ്പ് ബുക്കിംഗ് ഇല്ല, വെബ്സൈറ്റ് വഴി മാത്രമാണ് ബുക്കിംഗ് ഉള്ളൂ. എന്തെങ്കിലും കബ്ലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക കേട്ടോ. താങ്ക് യു. എന്ത് പറഞ്ഞാലും അവസാനം വന്ന് നിൽക്കുന്ന ഒരു ഡയലോഗ് ഇതാണ്: വാട്സപ്പിൽ ബുക്ക് ചെയ്തവരാണ്, ഫേസ്ബുക്കിൽ ബുക്ക് ചെയ്തവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേസ് കൊടുത്തതാണ്.
അപ്പം വാട്സപ്പിലും ഫേസ്ബുക്കിലും ബുക്ക് ചെയ്തിട്ട് അവർക്ക് ഒരിക്കലും പോയി കേസ് കൊടുക്കില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ 24 മണിക്കൂറും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വാട്സപ്പിൽ ബുക്കിംഗ് ഇല്ല, ഇൻസ്റ്റയിൽ ബുക്കിംഗ് ഇല്ല, ഞങ്ങൾക്ക് വെബ്സൈറ്റ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇവർ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തവരാണ്. ഇവർക്ക് വെബ്സൈറ്റിലാണ് ബുക്ക് ചെയ്തതെന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട്. അല്ല, ഇനി വെബ്സൈറ്റിലല്ല അവർ ബുക്ക് ചെയ്തത്, അവർ വാട്സപ്പിലും ഇൻസ്റ്റയിൽ ബുക്ക് ചെയ്തിട്ടാണ് ഇവരിത് പറയുന്നതെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളിവിടെ കുറ്റം പറഞ്ഞത് നിങ്ങളുടെ ബുക്കിങ്ങിനെയല്ല, ഒരു വർഷം എടുത്തിട്ടും നിങ്ങൾക്ക് തുണി കൊടുക്കാത്ത ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ അടുത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കമൻറ്റ് പറയുന്നവരെ മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ നിന്നാൽ ഇതിന് നിങ്ങൾക്ക് അതിന് മാത്രമേ നേരണ്ടാവും. നമ്മളുടെ സൈഡിൽ കള്ളത്തരല്ല, നമ്മൾ ജെനുവിൻ ആണെങ്കിൽ നമുക്ക് ഒരാളെയും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരെയും അതുപോലെ ഇങ്ങനെ തുറന്ന് കോൺടാക്റ്റിൽ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. പക്ഷേ ഇത് എല്ലാവരെയും പിടിച്ച് നിങ്ങൾ ഈ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സൈഡിൽ എന്തോ കള്ളത്തരുണ്ട്, നിങ്ങൾ വേണ്ടാത്ത എന്തോ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് തോന്നുക. സോ ബ്ലോക്കിലൊന്നും നിൽക്കാണ്ട് ആദ്യം ഇതിനൊരു തീരുമാനമാക്കാൻ ശ്രമിക്കുക. ഇനിയെങ്കിലും പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയം ഈ 1 കൊല്ലം എന്നുള്ള ഒരു ടൈം ലിമിറ്റ് മാറ്റി ഒരു മാസത്തിനുള്ളൊക്കെ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അത്രയും വലിയ സ്ഥാപനവും അത്രയും വലിയ പ്രൊഡക്റ്റും അത്രയും വലിയ വർക്കേഴ്സും ഉള്ള സമയത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു 100-200 കോപ്പി ഉണ്ടാക്കി ഒരു 200 ആൾക്ക് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ആക്കാം. അല്ലാണ്ട് ഡെയിലി ഈ ഒരു ലോഡ്, അതാണ് എനിക്ക് തോന്നി ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന പേജ് ചെയ്യുന്നത്. അവരൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 100 കോപ്പി ഉണ്ടാവും. ആദ്യത്തെ 100 ആൾക്ക് കൊടുക്കും, അല്ലാത്ത ആൾക്ക് കിട്ടൂല. അങ്ങനെയൊക്കെ ചെയ്യും. അല്ല, ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് വീണ്ടും വീണ്ടും വരികയാണെങ്കിൽ അതിൻ്റെ ഒരു 100 എണ്ണം കൂടെ റീസ്റ്റോക്ക് ചെയ്യും. അല്ലാണ്ട് ഈ കസ്റ്റമേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കിങ്. അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്ക് നോട്ട് ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അത് നിങ്ങൾ അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് കറക്റ്റ് ദ മിസ്റ്റേക്ക്. കാരണം ബിസിനസ്സാണ്, ഫേമാണ്, നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. പക്ഷേ പാവങ്ങളുടെ കയ്യിൽ പൈസ വാങ്ങിയിട്ട് അവർക്ക് തുണി കിട്ടാണ്ട് ഈ അവസ്ഥയിൽ കൂടെ കടത്തിക്കൊണ്ട് പോയിട്ടുള്ള ആ പൈസയും കൊണ്ട് എന്ത് ഗുണം കിട്ടുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.